ഒരു 3 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഒരു 40-45 സെക്കൻഡ് കൊണ്ട് നമുക്കിത് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 2-3 എക്സാമ്പിളൂടെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവുന്നതിന് വേണ്ടിയാണ്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ചുകൂടെ ചെയ്തു തരും. സാധാരണ ഇങ്ങനെ പറഞ്ഞു കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ അതങ്ങോട്ട് ക്ലിയർ ആവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ചെയ്യാം, 2-3 എക്സാമ്പിളൊക്കെ ഉൾപ്പെടുത്തി ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മളിവിടെ എടുത്തിരിക്കുന്ന നമ്പർ 234ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 234ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. അത് നിങ്ങൾ ഈ 2ൻ്റെ സ്ക്വയർ എഴുതണേ മക്കളെ. 2ൻ്റെ സ്ക്വയർ എത്ര? 4. പക്ഷേ 2 ഡിജിറ്റ് നമ്പർ ആക്കി വേണം എഴുതാനായിട്ട്. അപ്പം 4 എന്ന് പറയുമ്പോൾ നമ്മൾ 04 എന്നങ്ങ് എഴുതണം. 3ൻ്റെ സ്ക്വയർ എത്ര? 9. 09 എന്ന് പറഞ്ഞ് എഴുതണം. 4ൻ്റെ സ്ക്വയർ എത്ര? 16. അത് 0 ഇട്ട് എഴുതണ്ട, 2 ഡിജിറ്റ് തന്നെയാണ്. അപ്പോൾ 16. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണേ. ഇനി ആദ്യം നിങ്ങളുണ്ടല്ലോ ഈ 3നെ 4 കൊണ്ട് അങ്ങ് ഗുണിക്കണം. 3 × 4 12. 12 × 2 എത്ര? 24. അത് എവിടെ എഴുതുമെന്ന് ചോദിച്ചാൽ ദാ ഇവിടെ ആയിട്ട് എഴുതണം, 24. ഓക്കെ, എങ്ങനെയാണ് കിട്ടിയത്? 3 × 4 12, 12 × 2 24. ഇനി വീണ്ടും ഇതാ ഇങ്ങനെ എടുക്കണേ. 3 × 2 6 അല്ലേ? ഇതിനെ തമ്മിൽ ഗുണിക്കണം. 3 × 2 6, 6 × 2 12. അത് ദാ ഇവിടെ ആയിട്ട് എഴുതണം, 12. ഓക്കെ, ഇനി ഒരു പെയറുണ്ടല്ലോ, ഉണ്ട്. ആരാ? ഇവർ രണ്ടുപേരും. 2 × 4 8, 8 × 2 16. അത് എവിടെ എഴുതുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ 2ൻ്റെ നടുക്ക് എഴുതണം. ഇവിടെ ഇപ്പോൾ 4 ഡിജിറ്റ് നമുക്ക് കിട്ടിയില്ലേ, അതിൻ്റെ നടുക്ക്, അതായത് ഈ 2 പ്ലേസിൽ നിന്ന് ഓർത്താൽ മതി. ഇവിടെ എഴുതണം. എത്ര? 2 × 4 8, 8 × 2 16. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 6, 4 1 5, 9 2 11, 6 17, 2 1 3 1 4, 4 1 5, 5 4 7 5 6 അല്ലേ? 5 4 7 5 6 54,756 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക, എൻ്റെ പൊന്നു സാറേ ഇതിനേക്കാൾ എളുപ്പമല്ലേ 234 234 കൊണ്ട് ഗുണിക്കാൻ? അതെ, പേപ്പറിൽ എഴുതി ഗുണിക്കാൻ 234 × 234 എളുപ്പമാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങളോട് പേപ്പറിൽ എഴുതി ഗുണിക്കാനല്ല. ഇതിനെ നിങ്ങൾക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വിഷ്വലൈസേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഇതിനെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതിനെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ കണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഇരുന്ന് മനസ്സിലാലോചിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുറച്ച് സമയം നിങ്ങൾ അതിന് കൊടുത്താൽ നിങ്ങളോട് ആരെങ്കിലും വെറുതെ ഒരു 3 ഡിജിറ്റ് നമ്പർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് അതിൻ്റെ ആൻസർ പറയാനായിട്ട് പറ്റും. പക്ഷേ പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ പറ്റത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് കുച്ചിപ്പൊടി കളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ, ഒറ്റ ദിവസം കൊണ്ട് നല്ലൊരു ഡ്രൈവർ ആവാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ, ഒറ്റ ദിവസം കൊണ്ട് നല്ലൊരു പാചകക്കാരനാവാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ, ഇതും ഒരു കലയാണ്, ഇതും ഒരു ആർട്ടാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ എന്നോട് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കിത് പഠിപ്പിക്കാനേ അറിയാവൂ, ഞാൻ അത്ര ഫാസ്റ്റ് അല്ല. എന്നോടിപ്പോൾ നിങ്ങൾ 476ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ. അപ്പോൾ പക്ഷേ ഇത് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇതൊന്ന് ശ്രമിച്ച് നോക്കണം, ഈ ഒരു മെത്തേഡ്. പറ്റുന്നില്ലെങ്കിൽ വിട്ടേരടേ, നിങ്ങളല്ലാതെ എഴുതി തന്നെ ഗുണിച്ചു. ഓക്കെ, നമുക്ക് വേറൊരു നമ്പർ എടുത്ത് നോക്കാം. നമുക്കിതിപ്പോൾ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കണമല്ലോ. നമുക്ക് വേറൊരു നമ്പർ എടുക്കാം. 723ൻ്റെ സ്ക്വയർ. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ 7ൻ്റെ സ്ക്വയർ 49, 2ൻ്റെ സ്ക്വയർ 04, 3ൻ്റെ സ്ക്വയർ 09. ഓക്കെ, യെസ്. ഇനി എന്താ നമ്മൾ ആദ്യം ചെയ്തത്? എവിടെ? 3നെ 2 കൊണ്ട് ഗുണിച്ചു, 6 കിട്ടി. 6ൻ്റെ ഇരട്ടി 12. എവിടെ എഴുതണ്ടേ? ഇതാ ഇവിടെ 12. വീണ്ടും ഇതിനെ തമ്മിൽ ഗുണിച്ചു. 7നെ 2 കൊണ്ട് ഗുണിച്ചാൽ 14. 14ൻ്റെ ഇരട്ടി 28. എവിടെ എഴുതും? ഇവിടെ എഴുതും. ഇനി ഒരു പേരുണ്ടല്ലോ, ഉണ്ട്. 7 × 3 21. 21ൻ്റെ ഇരട്ടി 42. അപ്പോൾ 9 2 4 1 5 2 7 8 4 12. 9ൻ്റെ അല്ലെങ്കിൽ 10 അല്ല, ഇതെല്ലാം കൂടെ 9 10 2 12.
4 1 5 522729. മനസ്സിലായോ? സോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു നമ്പർ കൂടെ ചെയ്യാം. ഒരു നമ്പർ കൂടെ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത നമ്പർ നോക്കാം. 542ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എത്ര? 25. 4ൻ്റെ സ്ക്വയർ എത്ര? 16. 2ൻ്റെ സ്ക്വയർ എത്ര? 4. പക്ഷേ 04 എന്ന് വേണം എഴുതാനായിട്ട്. അപ്പോൾ 25 16 04. ഇനി എന്താ? 4 × 2 8. 8 × 2 16 ഇവിടെ വേണം എഴുതാനായിട്ട്. പിന്നെയോ 5 × 4 20. 20 × 2 40. ഓക്കെ. അടുത്തത് വീണ്ടും 5 × 2 10. 10 × 2 20 ഇവിടെ വേണം എഴുതാനായിട്ട്. ഓക്കെ. എല്ലാം കൂടെ കൂട്ടുക. 0 6 6 1 7 2 1 3 5 4 9 2 അതുപോലെ. സോ 293,764. സോറി, ഇവിടെ ഇത് 0 അല്ല, ഇത് 4ൻ്റെ കൂടെ ഒന്നും കൂട്ടാനില്ല. അപ്പോൾ 4. സോ 293,764. 293,764. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് 3 ഡിജിറ്റ് നമ്പറും നമുക്ക് വളരെ എളുപ്പം അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ. കുറേ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ.